ഒരു കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്നു. വെറും 7,000 രൂപ വാർഷിക ഫീസ് കൊടുക്കാൻ കഴിയാത്തത് കാരണം. ആ കുഞ്ഞ് ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളിൻ്റെ കാല് പിടിക്കുന്നു. എത്രയും പെട്ടെന്ന് ആ ഫീസ് അടയ്ക്കാം, തന്നെ പരീക്ഷ എഴുതാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പക്ഷേ ആ പ്രിൻസിപ്പൾ അതൊന്നും കേൾക്കുന്നില്ല. ഈ കുഞ്ഞിനെ അപമാനിക്കുന്നു, പിടിച്ചു തള്ളുന്നു. നിന്നെപ്പോലുള്ള ദാരിദ്ര്യവാസികളൊന്നും പഠിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് ആ കുഞ്ഞിനെ മുഖത്ത് നോക്കി പറയുന്നു, ബാക്കി കുട്ടികളുടെ മുന്നിൽ വെച്ച്. അപമാനിതനായ ആ കുഞ്ഞ് നേരെ ക്ലാസ് റൂമിൽ പോകുന്നു, ദേഹത്തൂടെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്നു. ആ കുഞ്ഞ് മരിച്ചു. ഇന്ത്യ 3ാമത്തെ സാമ്പത്തിക ശക്തിയാവാൻ പോവുകയാണെന്ന് ഈ പുട്ടിൽ തേങ്ങ ഇടും പോലെ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിർമ്മല സീതാരാമൻ മന്ത്രിയോടും നമ്മുടെ പ്രധാനമന്ത്രിയോടും എനിക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമേ ഉള്ളൂ. നിങ്ങൾ 1ാമത്തെ സാമ്പത്തിക ശക്തി അയക്കൂ, 2ാമത്തെ സാമ്പത്തിക ശക്തി അയക്കൂ, പക്ഷേ എന്ന് നിൽക്കും അഷ്ടിക്ക് വകയില്ലാത്ത ഇതുപോലുള്ള കുഞ്ഞുങ്ങളുടെ ആത്മഹത്യ. ആ കുഞ്ഞിൻ്റെ പേര് ഉജ്വൽ റാണ എന്നാണ് കേട്ടോ. ഹിന്ദുവാണ്. ഹിന്ദുക്കളുടെ സംരക്ഷകനെന്ന് സ്വയം അവകാശപ്പെടുകയും അണികൾ ഏറ്റുപാടുകയും ചെയ്യുന്ന യോഗി ആദിത്യനാഥിൻ്റെ നാട്ടിൽ നിന്നാണ് ആ കുഞ്ഞ് വരുന്നത്, ഉത്തർപ്രദേശിൽ നിന്ന്, സ്വപ്നഭൂമി. ഇനിയും BJP വന്നു കഴിഞ്ഞാൽ ഹിന്ദുക്കളെല്ലാം അങ്ങ് രക്ഷപ്പെടും എന്ന് വിശ്വസിക്കുന്ന ഹിന്ദുക്കളുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല നമസ്കാരം എന്ന് എനിക്ക് പറയാനുള്ളൂ. അവിടുത്തെ മാധ്യമങ്ങളുടെ നിലപാടാണ് ഏറ്റവും വിചിത്രം. ഈ ഒരു സംഭവം ആ സംഭവ സ്ഥലം വിട്ട് വെളിയിൽ പോകരുത് എന്ന് അവർക്ക് നിർബന്ധമുള്ളതുപോലെയാണ് അവരുടെ പെരുമാറ്റം. ഈ നടന്ന കാര്യങ്ങളെല്ലാം ഒരു പെട്ടിയിലിട്ട് മൂടി വെച്ചു, ഒരു ചർച്ചയുമില്ല കേട്ടോ. ദേശീയ മാധ്യമങ്ങളിൽ പോലും ചർച്ചയില്ല. നമ്മുടെ കേരളത്തിൽ പണ്ടൊരു ആന ചരിഞ്ഞപ്പോൾ ദേശീയ മാധ്യമങ്ങളെല്ലാം അത് വാർത്തയാക്കി. ഈ നാട്ടിൻ്റെ സെലിബ്രിറ്റികളും ക്രിക്കറ്റ് ലെജൻഡ്സ് എല്ലാം വന്ന് അന്ന് കേരളത്തിൽ അവമാനിക്കുന്ന പോലെ സംസാരിച്ചു. പലർക്കും ഓർമ്മയുണ്ടാവും അത്. പക്ഷേ ഈ ഒരു കുഞ്ഞ് ഈ ഒരു ദുരവസ്ഥയിൽ ആത്മഹത്യ ചെയ്ത് തീർന്നപ്പോൾ ഒരാൾക്കും അതിനെക്കൂടെ സംസാരിക്കാൻ പോലുമില്ല കേട്ടോ. ഇതാണ് ഈ നാടിൻ്റെ അവസ്ഥ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ നാട്ടിലെ ഓരോ കുഞ്ഞിനും അവരുടെ കഴിവനുസരിച്ചുള്ള പഠനം നടത്താനുള്ള അവസരം കിട്ടുന്ന രീതിയിൽ ഈ രാജ്യം വളരട്ടെ എന്ന് മാത്രം ആശംസിച്ചും ആഗ്രഹിച്ചുമുണ്ട് നിർത്തുന്നു.